അറിയിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതിന് എന്താണ് മറുപടി പറയേണ്ടത്? മുഹറത്തിൻ്റെ രാവിലോ പകലിലോ ബിസ്മി എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എങ്ങനെയാണ് എഴുതേണ്ടത്? അതിൻ്റെ ഗുണം എന്താണ് എന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും മനസ്സിലാക്കുകയും വീഡിയോയിൽ പറയുന്നത് പോലെ ബിസ്മി എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അവരും ഈ രാവിൽ ബിസ്മി എഴുതി വെക്കട്ടെ ഇൻഷാ അല്ലാഹ്. വിശുദ്ധമായിരിക്കുന്ന മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസം ബിസ്മി 113 തവണയാണ് എഴുതേണ്ടത്. എഴുതുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. എഴുതുമ്പോൾ വുളൂ ചെയ്യുക, പൂർണ്ണമായ വുളൂ ചെയ്യുക. നമ്മുടെ വുളൂഇൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് സുന്നത്തുകളൊക്കെ പാലിച്ച് പൂർണ്ണമായ ഒരു വുളൂ ചെയ്യുക. എഴുതുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കാര ശേഷം എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എഴുതി തീരുന്നത് വരെ ഒരാളോടും സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് ഹാസിലാകേണ്ടത്, ആ ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതുക. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ബറക്കത്തും ഖൈറും എല്ലാം ഉണ്ടായിരിക്കണമെന്ന് മനസ്സിൽ നാം കരുതുക ഇൻഷാ അല്ലാഹ്. കറുത്ത മഷി കൊണ്ട് എഴുതുന്നതാണ് നല്ലത്. കറുത്ത മഷി കൊണ്ട് എഴുതാൻ വേണ്ടി നാം ശ്രമിക്കുക. കറുത്ത മഷി കൊണ്ട് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല, നല്ലത് അതാണ്. രാത്രിയേക്കാളും നല്ലത് പകലിൽ എഴുതലാണ് എന്ന അഭിപ്രായവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ളുഹറിൻ്റെ മുമ്പ്, സുബ്ഹിയുടെ ശേഷം ളുഹറിന് മുമ്പായി എഴുതലാവും ഏറ്റവും നല്ലത്, ഏറ്റവും അത്യുത്തമം എന്ന അഭിപ്രായം പറഞ്ഞവരും ഉണ്ട്. മറ്റു സമയങ്ങളിൽ എഴുതുന്നതിന് വിരോധമൊന്നുമില്ല. നല്ല വരയില്ലാത്ത A4 പേപ്പർ എടുത്ത് അതിലാണ് നാം എഴുതേണ്ടത്. ഒരു പേപ്പറിൽ പൂർണ്ണമായി എഴുതി തീർന്നിട്ടില്ല എങ്കിൽ അടുത്ത പേപ്പർ എടുത്ത് എഴുതാവുന്നതാണ്. അടുത്ത വരിയിൽ രണ്ടാമത്തേത്, ഇങ്ങനെ കുറച്ച് എഴുതി എണ്ണം നോക്കുക. കൃത്യമായി 113 എണ്ണം മാത്രം എഴുതുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നമുക്ക് സന്തോഷം നിലനിൽക്കാൻ, ബറക്കത്തും ഖൈറും ഉണ്ടാവാൻ എന്നൊക്കെ ഈ സമയത്ത് നമുക്ക് കരുതാവുന്നതാണ്, നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല നമുക്ക് സന്തോഷവും സമാധാനവും ബറക്കത്തും എല്ലാം ഈ വർഷത്തിൽ നമുക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.